സെക്സ് പരമായിട്ടാണേലും അയാൾ എന്നെ ഒരുപാട് ക്രൂരമായിട്ട് ഉപദ്രവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ ജീവിതത്തിൽ ഇനി തുടർന്നു പോകാൻ എനിക്ക് താല്പര്യമില്ല. ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഇടുമ്പോഴത്തേക്ക് ഒന്നും കൂടി നാറ്റിക്കാവല്ലോ, അതിൻ്റെ പേരിലാണ് പുള്ളി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. പിന്നെ ഞാൻ ഒരാളെ തേച്ചിട്ട് പോവുകയാണെങ്കിൽ എനിക്ക് ഒറ്റയ്ക്ക് അങ്ങ് പോയാൽ പോരെ. ഈ 14 വയസ്സുള്ള മോനെയും ഈ 7 വയസ്സുള്ള മോനെയും കൂടി ഞാൻ കൊണ്ടുപോകേണ്ട കാര്യമില്ല. എൻ്റെ സുഖങ്ങൾ മാത്രം തേടി പോവുകയാണെങ്കിൽ. എനിക്ക് പ്രായമായൊരു മോളുണ്ട്, ഞാൻ പോയാൽ എൻ്റെ മോളെ നോക്കാൻ ആരും കാണത്തില്ല. പക്ഷെ ഇപ്പം എനിക്കങ്ങനല്ല, രണ്ട് ആൺപിള്ളേരാണുള്ളത്, അതുകൊണ്ട് അവരെ കൊണ്ടുപോയത്. എന്ന് വെച്ച് വേറെ ആളുടെ കൂടെ പോയതല്ല, എൻ്റെ അച്ഛനും ആങ്ങളെയുണ്ട്, അവരുടെ കൂടെയാണ്. പ്രിയപ്പെട്ടവരെ, സുഹൈലാണ് ഞാൻ നിൽക്കുന്നത്. ഇതാണ്ട് എൻ്റെ കൂടെയുള്ള സോണി എന്ന് പറയുന്ന ചേച്ചിയാണ്. ഇന്നലെ ഞാൻ ഒരു വീഡിയോ ഇട്ടിരുന്നു, തമ്പി എന്ന് പറയുന്ന ചേട്ടൻ്റെ ഭാര്യ എന്നെ തേച്ചിട്ട് പോയി എന്ന് ഒരു ചേട്ടൻ അലമുറയിട്ട് കരയുന്നൊരു വീഡിയോ ഒരുപാട് പേര്, ലക്ഷക്കണക്കിന് പേര് കണ്ടാണ്. അപ്പം അതിനകത്ത് ഒരുപാട് പേര് വന്നൊരു കമൻറ്റ്, ഒത്തിരി പേരിട്ട കമൻറ്റ് എന്ന് പറഞ്ഞാൽ, എന്തുകൊണ്ട് ഒരു ഭാഗം മാത്രം നിങ്ങൾ ടെലികാസ്റ്റ് ചെയ്തു, മറ്റൊരാളുടെ ഭാഗം എന്തുകൊണ്ട് ചോദിച്ചില്ലെന്ന് പറഞ്ഞു. എന്തായാലും ആ സ്ത്രീയെ, ആ സഹോദരിയായ ചേച്ചി എന്തായാലും ഇവിടെ നിർത്തിയിരുന്നു. ചേച്ചി ആ വീഡിയോ കണ്ടിരുന്നോ? കണ്ടിട്ടാണ് വിളിച്ചത്. എനിക്കും കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. എന്ത് പറയാനുള്ളത്? കാര്യങ്ങൾ പറയാനുള്ളതെന്ന് പറയാനായിട്ട്, ഞാൻ അയാളെ കളഞ്ഞിട്ട് പോയതല്ല. ഒരു സർജറിയുടെ കാര്യം പറഞ്ഞിരുന്നു, സത്യമാണ്. സർജറിയുടെ ഭാഗമായിട്ട് അമൃത ഹോസ്പിറ്റലിലായിരുന്നു ഞാൻ. എൻ്റെ ഈ മോനുമായിട്ടായിരുന്നു ഹോസ്പിറ്റലിൽ. മോന് അവിടെ വെച്ച് ഒരുപാട് മദ്യപിച്ച് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. എന്നെ നോക്കാൻ വന്നിരുന്ന ഒരു അമ്മേനെ അടിക്കുകയൊക്കെ ചെയ്ത്, സർജറി കഴിഞ്ഞ് വന്നിട്ടാണേലും അതിന് മുമ്പാണേലും എന്നെ മാനസികമായിട്ട് ശാരീരികമായിട്ട് ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ പേരിലാണ് നമ്മൾ 2 ആഴ്ച അവിടെ അഡ്മിറ്റ് ആവേണ്ടതിൻ്റെ പേരിൽ നമ്മൾ 3 ദിവസം കൊണ്ട് ഡിസ്ചാർജ് മേടിച്ച് നമ്മൾ അവിടെ നിന്ന് പോരുമായിരുന്നു. ഞാൻ പോകുന്നത് വേറൊരു ആണിന്റെ കൂടെ പോയതല്ല. എൻ്റെ അച്ഛനുണ്ട്, എൻ്റെ ആങ്ങളയുണ്ട്. അമ്മയില്ല, അമ്മ മരിച്ചുപോയി. അമ്മയും മോളും ഒരുപോലാണ് മരിച്ചുപോയത്. ഇതിനകത്ത് പ്രധാനമായിട്ട് ചോദിക്കുന്നത്, 18 വർഷം നിങ്ങളെ സംരക്ഷിച്ചു, നിങ്ങളെ നോക്കി, 3 മക്കളുടെ അമ്മയാണ്. മക്കൾ കൂടെ ഉണ്ടല്ലോ, 2 പേരുണ്ട് കൂടെ. ഒരാൾ മരണപ്പെട്ടു പോയി. 2 മക്കളുണ്ട്. ഇപ്പൊ 18 വർഷം ഞാൻ നല്ലപോലെ സമ്പാദിച്ച് ബാത്റൂം കൗരി അങ്ങനെയൊക്കെ ഒരുപാട് ജോലി ചെയ്ത് സ്നേഹിച്ചിട്ട് എന്താ ഇട്ടിട്ട് പോയെന്ന് ചോദിക്കുന്നു. ഒരിക്കലും അയാൾ എന്നെ സ്നേഹിച്ചിട്ടില്ല എന്ന് ഞാൻ പറയത്തില്ല, പക്ഷെ അയാൾ എന്നെ യൂസ് ചെയ്യുമായിരുന്നതേ ഞാൻ പറയത്തുള്ളൂ. വേറൊന്നും കൊണ്ടല്ല, നമ്മൾ പൈസയുടെ ആവശ്യം വരുമ്പോൾ മറ്റുള്ള ആണുങ്ങളെ ഫോൺ ചെയ്ത് ഞാൻ വിളിച്ച് അവരോട് പൈസ ചോദിക്കണം. അതൊന്നും നമുക്ക് സഹിക്കുന്നതിനപ്പുറമായതിനു ശേഷമാണ് ഞാൻ ഇപ്പം ഈ ഒരു തീരുമാനം എടുത്തത്. എനിക്ക് വേണ്ട എന്നൊരു തീരുമാനം എടുത്തത്. അല്ലാതെ അയാൾ പറയുന്ന രീതിയിൽ അയാളെ തേച്ചിട്ട് പോയതോ ഒന്നുമല്ല. കാരണം അനുഭവിച്ചവർക്ക് അതിന്റെ ബുദ്ധിമുട്ട് അറിയത്തുള്ളൂ. 18 വയസ്സിൽ ഞാൻ ഇറങ്ങി വന്നത് അയാളുടെ കൂടെ. അന്ന് മുതൽ ഇന്ന് വരെയും ഞാൻ അനുഭവിക്കാവുന്ന പരമാവധി ഞാൻ അനുഭവിച്ചതാണ്. ഈ കമന്റുകൾ ഇടുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാരണം എന്താണെന്നറിയോ? ഇപ്പം നമ്മുടെ ഭാഗത്ത് എന്താണ് തെറ്റെന്ന് ചിന്തിക്കാതെ ഇവർ ഈ കാര്യങ്ങൾ പറയുന്നത്. 100% ഉറപ്പാണ്. കാരണം ഞാൻ ഒരിക്കലും അയാളെ തേച്ചിട്ട് പോയെന്ന് ഞാൻ പറയത്തില്ല. എന്നെ സഹിക്കാൻ പറ്റുന്നതിനപ്പുറം ഈ കുഞ്ഞിനെ 3 ദിവസം ഒരു റൂമിൽ പൂട്ടിയിട്ടിട്ട് അതിന് ഭക്ഷണം കൊടുക്കാതെയും വെള്ളം കൊടുക്കാതെയും ഇട്ട് എൻ്റെ ആങ്ങളെയാണ് ആ റൂമിൻ്റെ കതവ് ചവിട്ടി തുറന്ന് ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ട് വന്നത്. അങ്ങനെയൊക്കെയുള്ളൊരു മനുഷ്യൻ്റെ കൂടെ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല. എനിക്ക് ആ ഒരു സമയങ്ങളിൽ എനിക്കെങ്ങും പോകാൻ പറ്റത്തില്ല. കാരണം എനിക്ക് പ്രായമായൊരു മോളുണ്ട്, ഞാൻ പോയാൽ എൻ്റെ മോളെ നോക്കാൻ ആരും കാണത്തില്ല. പക്ഷെ ഇപ്പം എനിക്കങ്ങനല്ല, 2 ആൺപിള്ളേരാണുള്ളത്, അതുകൊണ്ട് അവരെ കൊണ്ടുപോയത്. എന്ന് വെച്ച് വേറെ ആളുടെ കൂടെ പോയതല്ല, എൻ്റെ അച്ഛനും ആങ്ങളെയുണ്ട്, അവരുടെ കൂടെയാണ് ഞാൻ നിൽക്കുന്നത്. ഇനി ഒരിക്കലും തിരിച്ച് ഞാൻ പോത്തൂല്ല അയാളുടെ കൂടെ. അത്രയ്ക്ക് മാനസിക വിഷമം ഉണ്ടായി. മാനസിക വിഷമം ഉണ്ടായത്. ഞാൻ ഈ വീഡിയോ ഇട്ടപ്പോഴേ ചേച്ചി എന്നെ വിളിച്ചിട്ട് പറഞ്ഞത്, എന്തടിസ്ഥാനത്തിലാണ് സുഹൈൽ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്? ഇങ്ങനെ എനിക്ക് വേറൊന്നുമല്ല, എൻ്റെ ഭാഗം കൂടെ നിങ്ങൾ കേൾക്കണമായിരുന്നു, എനിക്കും കുറേ കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചേ അല്ലേ? അത് എനിക്ക് അത്രയ്ക്ക് വിഷമമായി ഇങ്ങനെ ഒരു സംഭവം പറയുമ്പോൾ. നിങ്ങൾ ചെയ്തതിനകത്ത് തെറ്റുണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തിയ വീഡിയോക്ക് ഒന്നും പറഞ്ഞിട്ടില്ല. കേട്ടിട്ടുണ്ടോ ചേച്ചി? കേട്ടായിരുന്നോ? കുറ്റപ്പെടുത്തിയെന്നല്ല, നമ്മൾ ഒരാളെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ ഭാവം കൂടി കേൾക്കണമെന്ന് പറയുന്നത് വേറൊന്നും കൊണ്ടല്ല. അയാൾ പറയുന്നുണ്ട് ഞാൻ 12 ലക്ഷം രൂപയും കൊണ്ട് പോയെന്ന് പറയുന്നു. അയാളെ ഈ സ്ഥിരമായിട്ട് മദ്യപിക്കുന്ന ഒരാളെ ഈ 10-17 വർഷം കൊണ്ട് ഞാൻ സഹിച്ചില്ലേ? ഞാൻ അയാളെ സംരക്ഷിച്ചില്ലേ? അയാൾ ജോലിക്ക് പോകത്തില്ല എന്ന് ഞാൻ പറയുന്നില്ല. ജോലിക്ക് പോകുന്നുണ്ട്, 1000 രൂപ കിട്ടിയാൽ 500 അയാൾ വെള്ളം അടിക്കും, 500 വീട്ടിൽ കൊണ്ട് തരും. വീട്ടിൽ പിള്ളേരുടെ വിദ്യാഭ്യാസം നോക്കണം, പിള്ളേർക്ക് ഭക്ഷണം വേണം, ഇതെല്ലാം നോക്കണ്ടേ? മോള് മരിച്ച 1 വർഷമായിട്ട് അയാൾ ജോലിക്ക് പോയിട്ടില്ല. സഹി കെട്ടിട്ടാണോ പോയത്? ആണ്, സഹി കെട്ടിട്ടാണ് പോയത്. അപ്പം ഇദ്ദേഹത്തിൽ നിന്ന് ശാരീരിക മാനസിക പീഡനങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ശാരീരികമായിട്ടുള്ള പീഡനങ്ങൾ ഉണ്ടായിട്ടുണ്ടോന്ന് ചോദിക്കാൻ, എനിക്കിപ്പം 14 വയസ്സുള്ളൊരു മോനുണ്ട്, അവൻ എൻ്റെ കൂടെയുണ്ട്. എന്നെ തല്ലുന്ന കണ്ടിട്ട് അവൻ ഇടയ്ക്ക് കയറി ഈ തന്തയുടെ നേരെ കുത്തിനെ കയറി പിടിച്ചിട്ടുണ്ട്. കാരണം അമ്മയെ തല്ലല്ലെന്നും പറഞ്ഞു. പിന്നെ നമ്മൾ ഇത്രയും ഓപ്പൺ ആയിട്ട് പറയാവോന്ന് എനിക്കറിയത്തില്ല, എങ്കിലും ഞാൻ പറയാം, സെക്സ് പരമായിട്ടാണേലും അയാൾ എന്നെ ഒരുപാട് ക്രൂരമായിട്ട് ഉപദ്രവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ ജീവിതത്തിൽ ഇനി തുടർന്നു പോകാൻ എനിക്ക് താല്പര്യമില്ല. പുള്ളി പറയുന്നത്, പുള്ളി ഒരുപാട് ചെറിയ ചെറിയ ജോലി ചെയ്താണ് നിങ്ങളെ സംരക്ഷിച്ചത്. ചേച്ചി ഒരുപാട് ജോലി ചെയ്തിട്ടില്ലേ? പുള്ളി ഉണ്ട്. ഞാൻ ഇങ്ങേറ്റം പറയാനായിട്ട് വീട്ടു ജോലിക്ക് പോകും. വീട്ടു ജോലിക്ക് നമ്മൾ എവിടെയെങ്കിലും പോയാൽ 10 ദിവസത്തെ കൂടുതൽ നമുക്ക് എങ്ങും നിൽക്കാൻ പറ്റത്തില്ല. ആ വീട്ടിലുള്ളവരുടെ കൂടെ കഴിയുവാന്നും പറഞ്ഞാണ് പിന്നെ വഴക്കുണ്ടാക്കുന്നത്.
അങ്ങനെ പൂർണ്ണമായിട്ടും എങ്ങും നിൽക്കാറില്ല, കുറേയൊക്കെ നമ്മൾ പോകാറുണ്ട്. പിന്നെ പുള്ളി ഒരു സംശയരോഗിയാണോ? ആണ്. പുള്ളി ഒരു സംശയരോഗിയാണ്. ശാസ്താംകോട്ടെ വന്നു കഴിഞ്ഞ് മോള് മരിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ലോട്ടറി കടയിൽ നിന്നാണ് അയാൾ അന്ന് ഈ 1 വർഷം കൊണ്ട് അയാൾ ജോലിക്ക് പോയിട്ടില്ല. ഒരു കാര്യങ്ങൾക്കും അയാൾക്ക് ബുദ്ധിമുട്ട് വന്നിട്ടുമില്ല. ഈ പല ആണുങ്ങളെ ഫോൺ ചെയ്ത് വിളിച്ച് അവരുടെ കയ്യിൽ നിന്ന് പൈസ ആവശ്യപ്പെടാനാണ് എൻ്റെ അടുത്ത് പറയുന്നത്. കുറേയൊക്കെ ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയുന്നില്ല, ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇനി അത് തുടർന്നുകൊണ്ട് പോകാൻ താല്പര്യമില്ല, അതുകൊണ്ടാണ്. ചെയ്തവരെടുത്ത് ഇപ്പോൾ കമൻറ്റ് ചെയ്തവരെടുത്തും ഇത് കാണുവാണെങ്കിൽ പുള്ളിയെടുത്തും ചേച്ചിക്ക് എന്തോ പറയാനുള്ളത്? കമൻറ്റ് ചെയ്തവരോട് പറയാനായിട്ട് ഉള്ളതെന്ന് പറഞ്ഞാൽ, ഞാൻ അനുഭവിച്ച എൻ്റെ 4-1 ഭാഗം ഞാൻ നോക്കിയിട്ട് ആരും അനുഭവിച്ചിട്ടില്ല. ആ ഒരു പക്വതയില്ലാത്ത പ്രായത്തിൽ ഞാൻ ഇറങ്ങി തിരിച്ചതാണ്. ഇറങ്ങി തിരിച്ച് ആരെയും കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. ആ ഒരു സാഹചര്യത്തിൽ എന്നെ ഉപദ്രവിക്കാൻ പറ്റുന്ന രീതിയിലെല്ലാം ഉപദ്രവിച്ചിട്ടുണ്ട്. രാത്രിയെന്നില്ല പകലെന്നില്ലാതെ എൻ്റെ മക്കൾ പോലും എനിക്ക് കാവലിരുന്ന സമയങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരോട് പറയാനുള്ള ഒരു കാരണമെന്ന് പറയാനായിട്ട്, നമ്മൾ ഓരോ കമൻറ്റുകൾ ഇടുമ്പോഴും അത് നമ്മുടെ നെഞ്ച് കൊള്ളും. അത് ഇനി അങ്ങനെ കമൻറ്റ് സത്യാവസ്ഥ അറിയാതെ ആരുടെ എതിരെ ഇങ്ങനെ കമൻറ്റ് ഇടരുത്. കാരണം അത്ര ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഇപ്പം ഞാൻ സുഹേലിനെ വിളിച്ച് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ വന്നത്. ഇത് പറയുന്നത് പുള്ളിയുടെ ലൈസൻസ്, ആധാർ, അങ്ങനെ ഒരുപാട് ഡോക്യുമെന്റ്സ് എല്ലാം പ്രമാണം എല്ലാം ചേച്ചി കൊണ്ടുവരുന്ന പറയുന്നത്. ഇപ്പോൾ എൻ്റെ ഈ സമ്പാദ്യമായിട്ടെന്ന് പറയാൻ എൻ്റെ മക്കൾ 2 പേരാണ് ഉള്ളത്. എൻ്റെ മക്കൾ സത്യമായിട്ടും അയാളുടെ ഒരു സാധനങ്ങളും എൻ്റെ കയ്യിലില്ല. ഞാൻ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഹോസ്പിറ്റൽ ആവശ്യത്തിന് വേണ്ടി 2-3 ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു എൻ്റെത്. ആ ഡ്രസ്സ് മാത്രമേ ഉള്ളൂ എൻ്റെ കയ്യിൽ. ഈ പ്രമാണോ സാധനങ്ങളൊന്നുമില്ല. എൻ്റെ മക്കൾ സത്യമായിട്ട് എൻ്റെ കയ്യിലില്ല. ഇല്ല, അതൊക്കെ കള്ളമാണ് പുള്ളി പറഞ്ഞത്. അത് കള്ളമാണെന്ന് ചോദിച്ചാൽ, കാരണം ഞാൻ വേറെ ഒന്നും കൊണ്ട് പറയല്ല, അത്ര മാന്യനായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഞാൻ താമസിക്കുന്നിടത്ത് വന്ന് ഈ ആധാരം എൻ്റെ കൈ വെച്ച് നീട്ടിയിട്ട് നിൻ്റെ ആധാരം വന്ന് നീ എടുത്തോളാൻ പറഞ്ഞിട്ട് ഇല്ല തരത്തിലെന്ന് പറഞ്ഞാൽ തിരിച്ചത് മേടിച്ച് ഫയലിനകത്ത് വെച്ച് അവിടുന്ന് പോരാനുള്ള വണ്ടിക്കൂലി എൻ്റെ അടുത്ത് ചോദിച്ച് മേടിച്ചുകൊണ്ട് വന്ന മാന്യനാണത്. എന്നിട്ട് എന്നെ കണ്ടില്ല, ഞാൻ ഒളിവിലാണ്, അല്ലെ തേച്ചിട്ട് പോയെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഞാൻ ഇപ്പോഴും എൻ്റെ ആങ്ങളുടെ അച്ഛൻ്റെയും കൂടെ തന്നെ ഉണ്ട്. എന്നെ കാണാൻ അവിടെ 2-3 വട്ടം വന്നിട്ടുമുണ്ട്, കണ്ടിട്ടുമുണ്ട്. പിന്നെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഇടുമ്പോഴത്തേക്ക് ഒന്നും കൂടി നാറ്റിക്കാവല്ലോ, അതിൻ്റെ പേരിലാണ് പുള്ളി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. പിന്നെ ഞാൻ ഒരാളെ തേച്ചിട്ട് പോവുകയാണെങ്കിൽ എനിക്ക് ഒറ്റയ്ക്ക് അങ്ങ് പോയാൽ പോരെ. ഈ 14 വയസ്സുള്ള മോനെയും ഈ 7 വയസ്സുള്ള മോനെയും കൂടി ഞാൻ കൊണ്ടുപോകേണ്ട കാര്യമില്ല, എൻ്റെ സുഖങ്ങൾ മാത്രം തേടി പോവുകയാണെങ്കിൽ. ഞാൻ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് മുമ്പിലോട്ട് ഇടുന്നതെന്ന് പറഞ്ഞാൽ, ഞാൻ ഇന്നലെ പോയിട്ട് തമ്പി എന്ന് പറഞ്ഞ ചേട്ടൻ വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പോയിട്ടാണ് ഈ ചേച്ചിയെ പറ്റി പറഞ്ഞ കുറേ കാര്യങ്ങൾ. ഭാര്യയെ തിരിച്ചു വരണം, ഭാര്യ ഞാൻ സ്നേഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആ ചേട്ടൻ കരഞ്ഞു പറഞ്ഞ വീഡിയോയുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ വരുന്നത്. അപ്പോൾ ഈ അപ്ലോഡ് ചെയ്ത് 1 മണിക്കൂർ ശേഷം തന്നെ ഈ ചേച്ചി എന്നെ വിളിച്ചിട്ട് നിങ്ങൾ എൻ്റെ ഭാഗങ്ങൾ കേൾക്കണം, എന്തുകൊണ്ടാണ് ഞാൻ ആ വീട് വിട്ടു പോയത്, എനിക്കുണ്ടായ മാനസിക വിഷമങ്ങൾ എന്തുവാണ് എന്ന് ഈ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞ് എനിക്കും ജനങ്ങളോട് പറയണം, അല്ലേ, എനിക്കും ആളുകളോട് പറയണം, എന്നെ നെഗറ്റീവ് വൽക്കരിക്കുന്നവരോട്, എനിക്ക് നെഗറ്റീവ് അടിക്കുന്നവരോട് എനിക്കും പറയണമെന്ന് പറഞ്ഞിട്ടാണ് ചേച്ചി ആലപ്പുഴയിൽ നിന്ന് ഇവിടം വരെ വന്നിട്ട് ഈ ഒരു സംഭവം പറയുന്നത്. എന്തായാലും യാഥാർത്ഥ്യം ഇങ്ങനെ തന്നെ തുടരട്ടെ, ഇല്ലേ ചേച്ചി? ഒരു കാരണവശാലും ഇനി പോകത്തില്ല, ഇതോടുകൂടി എല്ലാം അവസാനിച്ചായിട്ട് നമുക്ക് കണക്കാക്കാം. ഇല്ല, ഇനി തിരിച്ചു പോകത്തില്ല.